ഈ കഴിഞ്ഞു പോകുന്ന വർഷത്തിൽ ഫോട്ടോഗ്രാഫിക്ക് ഏറെ പേര് കേട്ടൊരു സ്മാർട്ട് ഫോൺ ആയിരുന്നു വിവോ X200 Pro. വിവോ X200 Proയുടെ പിൻഗാമിയായ X300 Pro ചൈനയിൽ ലോഞ്ച് ചെയ്തു എന്ന് കേട്ടപ്പോഴേ നമ്മൾ മലയാളികൾ പലരും അത് ഇന്ത്യയിലേക്ക് വരാൻ കാത്തിരിക്കുകയാണ്. ഒടുവിൽ വിവോ X300 Pro എന്ന ഫോൺ നിങ്ങളെ പരിചയപ്പെടുത്താനായി ഞങ്ങളുടെ കൈകളിലേക്ക് അങ്ങ് ചൈനയിൽ നിന്ന് എത്തി. അങ്ങനെ ഫോൺ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ ഓഫീസിൽ ചെന്നിട്ട് ഇത് അൺബോക്സ് ചെയ്ത് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നെല്ലാം നോക്കാം. 1-2 ദിവസം ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നിരവധി ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുത്തു നോക്കി. വിവോ X300 Pro X200 Pro എന്ന മുൻഗാമിയെ മറികടക്കുമോ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് അങ്ങ് ചൈനയിൽ നിന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അങ്ങ് ചൈനയിൽ നിന്ന് നമ്മുടെ ജപ്പാൻ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥാപനം വഴിയാണ് എൻ്റെ കയ്യിലേക്ക് വരുന്നത്. അങ്ങനെ നമ്മളുടെ ഫോണുമായിട്ട് സ്റ്റുഡിയോയിലെത്തി നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് ഇന്ത്യയിൽ ഈ ഒരു ഫോൺ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പേര് ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട്, ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ലെങ്കിൽ പോലും ഇത് വാങ്ങാനായിട്ട് ഒരുപാട് പേർ ഇപ്പോൾ തന്നെ കാത്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലൊരു അൺബോക്സിങ് ചെയ്യാൻ നമുക്ക് സാധ്യമായത് സത്യം പറഞ്ഞാൽ ഇത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നത് ഞാനല്ല, നമ്മുടെ ജപ്പാൻ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ജപ്പാൻ സ്ക്വയറിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതേ ഫോൺ അവിടെ ചെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ സാധിക്കും. ഈ ഫോൺ അവിടെ ഉണ്ടാകും ഇനി. അപ്പോൾ അങ്ങനെ ഒരു ഗുണവും കൂടെ ഉണ്ട്. നമ്മളിവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുവെന്ന് മാത്രം. എൻ്റെ ജപ്പാൻ സ്ക്വയറിൻ്റെ ഒരു കവർ കൂടെ അവർ അയച്ചിട്ടുണ്ട്. അപ്പോൾ മൾട്ടി ബ്രാൻഡ് ഡിജിറ്റൽ ഹബ്ബാണ്. ഇവരുടെ മൊബൈൽ നമ്പർ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ വീഡിയോ സ്റ്റിൽ ചെയ്തുകൊണ്ട് നമുക്ക് വായിച്ച് നോക്കാൻ പറ്റും. ഈ നമ്പറിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ ഫോൺ തന്നെ നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാം. യെസ്, വിവോ X300 Proയുടെ ബോക്സ് ദേ വന്നിരിക്കുന്നു. എനിക്കൊന്ന് മലയാളത്തിൽ വേറെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ ഇതിൻ്റെ വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ വിരലിൽ ഒരു കൈയുടെ വിരൽ എണ്ണാവുന്നവരെ കാണും. അത്രയും ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അത്രയും കുറവാണ്. എനിവേ, കഴിഞ്ഞ വിവോയുടെ X200 Proയുടെയൊക്കെ ഏകദേശം അതുപോലുള്ളൊരു പാക്കിംഗ് ആണ് ഈ ഒരു തവണയും വന്നിരിക്കുന്നത് വിവോ X300 Pro. പക്ഷേ ഈ ഒരു റൗണ്ട് കണ്ടില്ല, ഈ ഒരു സർക്കിൾ അത് ഇത്തിരി പുറത്തേക്ക് ഇതുപോലെ എംബോസ് ചെയ്ത് നിൽക്കുകയാണ് ഇത്തവണ എന്ന് തോന്നുന്നു. നോക്കി, ചൈനീസിലാണ് ഇവിടെയൊക്കെ എഴുതിയിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതെല്ലാം ഇംഗ്ലീഷിലേക്ക് മാറും. സെയ്സിൻ്റെ ഒരു കോപ്പറേഷൻ ഉണ്ട് എന്നുള്ളത് ഇവിടെ ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് 16GB റാമും 1TB ഇന്റർണൽ സ്റ്റോറേജും വരുന്നതാണ്. വിവോ X300 Pro തന്നെയാണ്. എനിവേ, നമുക്ക് അൺബോക്സ് ചെയ്യാം. നല്ലൊരു പാക്കിംഗ് എന്തായാലും അത് പറയാതെ വയ്യ. ഇതേ ഇരിക്കുന്നു ഫോൺ. അതിലേക്ക് വരാം. വേറെ ഇതിനകത്തുള്ളത് ഇതിൻ്റെ ഒരു ബാക്ക് കേസ്. അടുത്തിട്ട് നമ്മൾ OnePlus 15 കണ്ട കണക്കുള്ളൊരു ബാക്ക് കേസ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു കേസാണ്. നമുക്ക് വലിയൊരു ക്യാമറ മൊഡ്യൂളുണ്ട് ഫോണിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വേറെ ഇതിനകത്ത് ചാർജർ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ പിൻ കണ്ടില്ലേ, ഇന്ത്യനിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് പിന്നല്ല, ചൈനീസ് വേരിയൻ്റ് ആയതുകൊണ്ടാണ്. അതുപോലെ ചാർജ് ചെയ്യുന്നതിനുള്ള കേബിൾ എന്ന് പറയുന്നത് A to C ചാർജിങ് കേബിളാണ്. C to C ഒക്കെ കൊടുക്കാം. ഇതൊക്കെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണല്ലേ. അതുപോലെ സിം ഇജക്ടർ പിൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഫോണിൻ്റെ ബോക്സിനകത്ത്. നമുക്ക് ഫോണാണല്ലോ അത്യാവശ്യം കാണേണ്ടത്. ആ പേപ്പർ കീറാതെ തന്നെ പുറത്തേക്ക് എടുത്തു. അടിപൊളി അല്ലേ? ഒരു ക്യാമറ കൈ പിടിക്കുന്ന പോലെ. മീൻസ് അതിൻ്റെ ആ ഒരു ഡിസൈനാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉള്ള ഡിസൈൻ നോക്കി, ഒരു ക്യാമറ അല്ലേ, വലിയ ലെൻസും ഒക്കെ ആയിട്ടൊരു ക്യാമറ, പഴയ സൈബർ ഷോട്ട്സ് ക്യാമറയൊക്കെ ഉണ്ടല്ലോ ക്യാനൻ്റെ, അതുപോലെയൊക്കെ ഒറ്റയടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു മാറ്റ് ഫിനിഷാണ്, ഗ്ലോസി ഒന്നും അല്ല. അതുപോലെ ഫിംഗർ പ്രിൻ്റ് ഒന്നും പതിയത്തില്ല. നോക്കി, മെറ്റാലിക് ഫ്രെയിമാണ്. ആ ഫ്രെയിമും നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അതുപോലെ ഈ പറഞ്ഞ ഫിംഗർ പ്രിൻ്റ് അവിടെയും പതിയത്തില്ല. വോളിയം റോക്കേസ് പവർ ബട്ടൺ വല സൈഡിൽ. ഇവിടെ ഇതുപോലെ ആൻറ്റിന ബാറുകൾ കാണാം. അതുപോലെ ഈ ക്യാമറ മൊഡ്യൂളിൻ്റെ ഈ സൈഡ് കണ്ടില്ലേ, ഇനി ചെറിയ റിങ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ ഇവിടെയാണ് LED ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വിവോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഫോണുകളും ഉണ്ട്. OnePlus, ഐഫോണിലൊക്കെ കാണുന്ന തരത്തിലുള്ളൊരു ബട്ടൺ. താഴെയാണ് സിം ട്രേ. ഇവിടെ Type-C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, മുകളിലും സ്പീക്കർ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഒന്ന് സെറ്റപ്പ് ചെയ്യാം. യെസ്, അങ്ങനെ നമ്മൾ ഫോണിൻ്റെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. എന്തായാലും ഇൻ ഹാൻഡ് ഫീല് കുഴപ്പമില്ല, കൊള്ളാം എന്നാണ് പറയാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 2 ഗ്രാം കുറഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വിവോ X200 Pro വന്നിട്ട് 228 ഗ്രാം ആയിരുന്നു. ഇത് 226 ഗ്രാമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തിക്നെസ്സും ഒരു പൊടിക്ക് കുറഞ്ഞിട്ടുണ്ട്. 8.3 മില്ലിമീറ്റർ ആയിരുന്നത് ഇവിടെ വന്നിട്ട് ഇപ്പോൾ 7.99 മില്ലിമീറ്റർ മാത്രമാണ് തിക്നെസ്. അതുപോലെ എടുത്തു പറയേണ്ടുന്ന X200 Proയിൽ നിന്ന് വന്ന ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, X200 Pro നമുക്കറിയാം ക്വാഡ് കർവ് ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ X200 Pro വന്നിട്ട് 2K റെസൊല്യൂഷൻ ആയിരുന്നു. പക്ഷേ ഇവിടെ X300 Proയിലേക്ക് വരുമ്പോൾ ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ 1.5K റെസൊല്യൂഷനിലേക്ക് ഒന്ന് ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്വാഡ് കർവ്ഡ്
ടോണും മാറ്റി ഈ റെസൊല്യൂഷൻ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ കുറവ് 1.5K വന്നിട്ടുണ്ട്. അതാണ് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിൽ വന്നിരിക്കുന്ന ചെറിയൊരു മാറ്റം എന്ന് പറയുന്നത്. അല്ലാതെ സ്ക്രീൻ സൈസ് ഒക്കെ കറക്റ്റ് പഴയതുപോലെ തന്നെയാണ്. 6.78 ഇഞ്ചിന്റെ ഫ്ലാറ്റ് AMOLED ഡിസ്പ്ലേ ആണ്. അതും 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റും ഒക്കെ ആയിട്ടാണ് വരുന്നത്. HDR10+ന്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും. LTPO ഡിസ്പ്ലേയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത്. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇതിന്റെ ബ്രൈറ്റ്നസ് വന്നിട്ട് 4500 നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ്. പെർഫോമൻസിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗന്റെ 8 Elite Gen 5 എന്ന് പറയുന്ന സ്നാപ്ഡ്രാഗന്റെ ഏറ്റവും പുതിയ പ്രോസസർ അല്ല ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇരിക്കുന്നത്. പകരം മീഡിയടെക്കിന്റെ അതിന്റെ തത്തുല്യമായിട്ടുള്ള പ്രോസസർ മീഡിയടെക്കിന്റെ Dimensity 9500 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു ഫോണിനകത്ത് ഇരിക്കുന്നത്. കഴിഞ്ഞ X200 Proയിൽ അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന മീഡിയടെക്കിന്റെ Dimensity 9400 എന്ന് പറയുന്ന പ്രോസറുമായിരുന്നു കൊടുത്തിരുന്നത്. 16GB വരെ റാമും അതുപോലെ 512GB വരെ ഇന്റർണൽ സ്റ്റോറേജും ഒക്കെ ഉണ്ട്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് LPDDR5X റാമും UFS 4.1 സ്റ്റോറേജ് ടൈപ്പ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് എഴുതി വെക്കാമെങ്കിൽ ഇതിന്റെ ഒരു AnTuTu സ്കോർ ഈ ഒരു പ്രോസർ ഈ ഒരു ഫോണിനകത്ത് നൽകുന്ന AnTuTu സ്കോർ എന്ന് പറയുന്നത് ഏകദേശം 3.4 മില്യൺ ആണ്. ബാറ്ററിയിലും കഴിഞ്ഞ X200 Proയിലേക്കുള്ള ഒരു അല്പം അപ്ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. 510 mAh കൂടിയിട്ടുണ്ട് ചൈന വേരിയന്റിൽ. 6510 mAh ആണ് ഇതിനകത്ത് ഇരിക്കുന്ന ബാറ്ററി. ചാർജിങ് പവർ വന്നിട്ട് സെയിം തന്നെയാണ്. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 90 വാട്ടിന്റെ ചാർജറുമാണ് ഫോണിന്റെ ബോക്സിലുള്ളത്. ഫാസ്റ്റ് ചാർജിങ് കഴിഞ്ഞ പ്രാവശ്യം 40 വാട്ടേ ഉണ്ടായിരുന്നുള്ളൂ 200 Proയിൽ. എന്നാൽ ഇവിടെ വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 30 വാട്ടേ ഉണ്ടായിരുന്നുള്ളൂ X200 Proയിൽ. എന്നാൽ ഇവിടെ വരുമ്പോൾ അത് 40 വാട്ടായിട്ട് വയർലെസ് ചാർജിങ് ഉയർത്തിയിട്ടുമുണ്ട്. ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കേസിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒന്ന്. ക്യാമറയുടെ സെൻസറിന്റെ മെഗാ പിക്സലുകൾക്ക് എഴുതി വെച്ച് നോക്കി കഴിഞ്ഞാൽ രണ്ട് ഫോണിലും അതായത് X200 Pro പോലെ തന്നെയാണ്. പക്ഷേ സെൻസർ ടൈപ്പ് ഒക്കെ മാറിയിട്ടുണ്ട്. ആ മെഗാ പിക്സൽ സെയിം ആണെന്നേ ഉള്ളൂ. ബാക്കിൽ 200 മെഗാ പിക്സലിന്റെ ഒരു പെരിസ്കോപ്പിക് സെൻസർ, അതാണ് ഇതിന്റെ ഏറ്റവും മെയിൻ കില്ലാടി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. 50 മെഗാ പിക്സലിൽ ഒരു പ്രൈമറി സെൻസറും 50 മെഗാ പിക്സലിൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും. സെൽഫിയിൽ വന്നിട്ട് അതും ഒരു 50 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ X200 Proയിൽ 32 മെഗാ പിക്സലിന്റെ സെൽഫി ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം 8K വീഡിയോകൾ എടുക്കാം. അതുപോലെ സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 4K 60 FPS വീഡിയോകളും ഷൂട്ട് ചെയ്യാം. എല്ലാ ലെൻസുകളിലും നമുക്ക് 4K 60 ഡോൾബി വിഷൻ വീഡിയോകൾ ഷൂട്ട് ചെയ്യാം എന്നുള്ളതും പ്രത്യേകതയാണ്. ഈ ഒരു ഫോണിന്റെ ക്യാമറയെ കുറിച്ചിട്ടായിരിക്കും എല്ലാവർക്കും അറിയാൻ കാത്തിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇതിന്റെ ക്യാമറയെ പറ്റി സിമ്പിളായിട്ട് പറഞ്ഞാൽ അടിപൊളി, സൂപ്പർ, കിഡിലം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കുറച്ചുകൂടി ഡീറ്റെയിലേക്ക് കടന്ന് പറയുകയാണെങ്കിൽ ഓവറായിട്ട് പ്രോസസ്സ് ചെയ്താണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഫോട്ടോകൾ നൽകുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഫോണിൽ എടുത്ത ഫോട്ടോകൾ കാണുന്ന ഒരു തേർഡ് പേഴ്സൺ കണ്ടു കഴിഞ്ഞാൽ സൂപ്പറാണെന്ന് തോന്നും. പക്ഷേ ഫോട്ടോ എടുത്ത ആൾക്കാണ് ആ എടുത്ത സീനും യഥാർത്ഥ സീനും അത് പ്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോൾ ആ ഫോട്ടോയും തമ്മിലുള്ള ഒരു അന്തരം മനസ്സിലാവുന്നത്. അതായത് നാച്ചുറലി നമ്മൾ കാണുന്ന ആ സീനിൽ നിന്ന് കാര്യമായിട്ടൊരു പ്രോസസ്സ് ചെയ്ത് വ്യത്യസ്തപ്പെടുത്തി അടിപൊളിയാക്കിയാണ് ഈ ഒരു ക്യാമറ നൽകുന്നത്. അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ കുറച്ചുകൂടെ നാച്ചുറാലിറ്റി വേണ്ടുന്നവർക്ക് ഐഫോണിൻ്റെ ഒക്കെ ഫോട്ടോഗ്രാഫി ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൽ നിന്ന് കാണുന്ന ഫോട്ടോ കൊള്ളില്ലെന്ന് പറയാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് പ്രോസസ്സ് ചെയ്ത് കളറൊക്കെ ട്യൂൺ ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ബോക്കയൊക്കെ ഭയങ്കരമായിട്ട് കൊടുത്ത് ഒരു DSLR ഫോട്ടോ തരുന്നുണ്ട്. പക്ഷേ അത് നാച്ചുറാലിറ്റിയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം. വേറൊരു ഗുണമെന്ന് പറയുന്നത് ഇതിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോ പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട, നമ്മൾ യാതൊരു എഡിറ്റിംഗ് ചെയ്യാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം. സോഷ്യൽ മീഡിയ പോസ്റ്റിങ്ങിന് റെഡി ആയിട്ടാണ് ഈ ഒരു ഫോണിനകത്ത് നിന്ന് ഫോട്ടോകൾ ലഭിക്കുന്നത്. അപ്പോൾ ഓവർ പ്രോസസ്ഡ് ആണ് എന്നുള്ളതാണ് അവിടെ ഒരു ചെറിയ പ്രശ്നമായിട്ട് കാണുന്നത്. അത് എനിക്ക് തോന്നുന്നു 90% പേർക്ക് അത് ഒരുപക്ഷെ ഇഷ്ടപ്പെടും എന്നുള്ളതും ഓർക്കേണ്ടതാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇത് ചൈനീസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹ്യൂമൻ ഒബ്ജക്റ്റുകളുടെ ഫോട്ടോകൾ എടുക്കുമ്പോൾ ഈ സ്കിൻ ടോൺ അവരുടെ ഒരു സ്കിൻ ടോൺ പോലെ ഒരു അല്പം മഞ്ഞളിപ്പ് വരുന്നുണ്ട്. അത് ഇന്ത്യൻ യൂണിറ്റ് വരുമ്പോൾ അത് ട്യൂൺ ചെയ്ത് റെഡിയാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല നമ്മൾ ഈ ഹ്യൂമൻ ഒബ്ജക്റ്റുകളുടെ ഫോട്ടോ എടുക്കുമ്പോൾ ബൈ ഡിഫോൾട്ട് സെറ്റിംഗ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മുഖത്തെ ഡോട്ടുകളും അടയാളങ്ങളും എല്ലാം വെളുപ്പിച്ച് ഭയങ്കര ക്ലീൻ ആക്കിയിട്ടൊക്കെയാണ് ഫോട്ടോ തരുന്നത്. കുറച്ച് വെളുപ്പിക്കൽ കൂടുതലായിട്ട് ഫീൽ ചെയ്തു. അതുപോലെ പല ലെൻസിൽ മാറുന്നതനുസരിച്ച് കളർ ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 85mm 45mm എടുത്ത രണ്ട് ഫോട്ടോകളാണിത്. ഈ രണ്ടിനകത്തും രണ്ട് കളറാണ് ഈ ഒരു ഫോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലോ ലൈറ്റിലേക്ക് വരുമ്പോൾ വീഡിയോ അല്പം പതറുന്നുണ്ട്. അതുപോലെ പോർട്രേറ്റ് മോഡ് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പോർട്രേറ്റ് മോഡിൽ ഈ കാണുന്ന ഫോട്ടോയിൽ നോക്കി ആ ഔട്ടറിൽ കാണുന്ന മുടിയിഴകൾ പോലും കൃത്യമായിട്ട് ഈ ഒരു ഫോൺ റീപ്രൊഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട്. എന്നാൽ പോർട്രേറ്റ് വീഡിയോയിലേക്ക് വരുമ്പോൾ പിന്നെ ഈ എഡ്ജ് ഡിറ്റക്ഷൻ ഒന്നും അത്ര ബെറ്റർ അല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. ഓവറോൾ ക്യാമറ സൂപ്പർ ആണെന്ന് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇത്തവണ വിവോ IQ ഫോണുകൾ ഇന്ത്യയിലേക്ക് പുതുതായി കൊണ്ടുവരുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന ഫൺ ടച്ച് OS അവരെടുത്ത് കളഞ്ഞ് നേരത്തെയൊക്കെ തന്നെ ചൈനയിൽ ഉണ്ടായിരുന്ന ഒറിജിനൽ OS തിരിച്ച് കൊണ്ടുവന്നിരിക്കുന്നു ഈ ഒരു ഫോണിലേക്ക് എന്നുള്ളത് പ്രത്യേകതയാണ്. അപ്പോൾ ഇതാണ് ഈ പറയുന്ന ഒറിജിനൽ OS. കുറച്ച് വ്യത്യാസമുണ്ട്. ഫൺ ടച്ച് OS ആയിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു
ഒരു എൻഹാൻസ്മെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഇതിനകത്തൊക്കെ ഈ പറയുന്ന പ്രൈസ് പോയിന്റുള്ള ഫോണുകളിലും ഇതുപോലെ ആപ്പ് റെക്കമെൻഡേഷനൊക്കെ ഒരുപാട് ഈ ചൈനീസ് വേരിയൻറ്റിൽ പോലും കാണുന്നുണ്ട്. ഇന്ത്യൻ വേരിയൻറ്റിലേക്ക് വരുമ്പോഴും ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും ഒന്നും ഉൾപ്പെടുത്താതെ വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അനാവശ്യ ബ്ലോട്ട് വൈസുകൾ ഒഴിവാക്കി വരണമെന്ന ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല വിവോയുടെ മിക്ക ഫോണുകളിലും ഈ പറയുന്ന ഹയർ പ്രൈസ് റേഞ്ചുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലും അവർ ഈ പറഞ്ഞ ചവർ ആപ്പുകൾ കുത്തിക്കയറ്റി തന്നെയാണ് കൊണ്ടുവരാറുള്ളത്. ഫോണിന് സ്റ്റീരിയോ സ്പീക്കറുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇൻ ഡിസ്പ്ലേയിലാണ് ഇതിൻ്റെ ഒരു ഫിംഗർ പ്രിന്റ് സംവിധാനവും കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇത്തവണ ഡേറ്റ ട്രാൻസ്ഫർ സ്പീഡ് വന്നിട്ട് USB 3.2 ആണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വിവോ X200 പ്രോവിനേക്കാളും ഒരു ചെറിയ അപ്ഗ്രേഡ് കൂടി തവണ X300 പ്രോയിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അതുപോലെ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസിനെ പറ്റി പറഞ്ഞാൽ IP റേറ്റിംഗ് IP69 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വിവോ കൊടുത്തിരിക്കുന്നത്. NFC സപ്പോർട്ട് ഉണ്ട്. അതുപോലെ വൈഫൈയുടെ ലേറ്റസ്റ്റ് വെർഷൻ Wi-Fi 7 ഈ ഒരു ഫോണിനകത്ത് വിവോ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിന്റെ ഒരു പ്രൈസിംഗ് ആണ്. അറിയാലോ, ഇത് ഇന്ത്യയിലേക്ക് ഈ ഒരു ഫോൺ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. നമ്മുടെ ഈ വീഡിയോ ഒക്കെ വന്ന് കുറച്ച് കാലം കൂടി കഴിയുമ്പോൾ ഒരു പക്ഷേ ഇന്ത്യയിലേക്ക് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യും. X200 Pro വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ലോഞ്ച് ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് 94,999 രൂപയാണ്. 95,000 രൂപയ്ക്കാണ് ലോഞ്ച് ചെയ്തത്. ആ ലോഞ്ച് പ്രൈസ് തന്നെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ X200 Proയുടെ വില നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ചെക്ക് ചെയ്യുമ്പോൾ അതേ പ്രൈസ് മാറിയിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഒരു വർഷം ആകാറാവുന്നത്. പല ഫോണുകളും സാധാരണ അടുത്ത ഫോണൊക്കെ ലോഞ്ച് ചെയ്യാറാകുമ്പോഴേക്കും കുറച്ചൊക്കെ വില കുറയ്ക്കാറുണ്ട്. പക്ഷേ ഇതിന്റെ വില അങ്ങനെ കുറച്ചിട്ടില്ല. അത് നൽകുന്ന സൂചന എന്താണെന്ന് അറിയാമോ? X200 Proക്ക് ഇപ്പോഴും ഭയങ്കര ഡിമാൻഡ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ X300 Proയുടെ പ്രൈസ് ഇന്ത്യയിൽ വരുമ്പോൾ എന്തായിരിക്കും? എന്റെ പ്രതീക്ഷ ഇപ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്നത് X200 Proയേക്കാൾ ഒരു 5,000 രൂപ കുറയ്ക്കാനുള്ളൊരു സാധ്യത ഇതിൽ കണ്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഡിസ്പ്ലേയിൽ ഈ പറഞ്ഞ ആ ഒരു റെസൊല്യൂഷൻ അല്പം കുറച്ചിട്ടുണ്ട്. 1.5K റെസൊല്യൂഷനാണ്, ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു 5,000 രൂപ വേണമെങ്കിൽ കുറയ്ക്കാം. ഒരു 90,000 അല്ലെങ്കിൽ ഒരു 89,999 എന്ന് പറയുന്ന പ്രൈസിന് വേണമെങ്കിൽ വിവോ X300 Pro ഇന്ത്യയിൽ വിൽക്കാമെന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷേ അങ്ങനെ ഒരു 5,000 രൂപ കുറയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ വിവോയുടെ X200 Pro എന്ന് പറയുന്ന സെയിം പ്രൈസിംഗിൽ തന്നെയായിരിക്കും, അതായത് 94,999 തന്നെയായിരിക്കാം ഒരു പക്ഷേ വിവോ X300 Pro എന്ന് പറയുന്ന ഫോണും ഇന്ത്യയിൽ വിൽക്കുക. ചിലപ്പോൾ 5,000 രൂപ കൂടാനും ചിലപ്പോൾ സാധ്യതയുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല അല്ലേ? അത് ബ്രാൻഡാണ് തീരുമാനിക്കുന്നത്. എൻ്റെ ആഗ്രഹത്തിൽ ഒരു 84,999 വന്നെങ്കിൽ അടിപൊളിയാണ്. എന്ത് തന്നെയാലും ഇതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു വിലയും അതുപോലെ ഈ കറക്റ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ ലോഞ്ചും വരണമെങ്കിൽ കുറച്ച് ദിവസം കൂടെ ഒന്ന് കാത്തിരിക്കണം. നമ്മൾ മലയാളികൾ പലരും ഈ ഒരു ഫോണിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളിത് ചൈനയിൽ നിന്ന് നമ്മുടെ ജപ്പാൻ സ്ക്വയറിന്റെ സഹായത്തോടു കൂടി ഈ ഒരു ഫോൺ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ജപ്പാൻ സ്ക്വയറിന് ഒരു വലിയ താങ്ക്സ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ, അതായത് ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിവോ X300 Pro എങ്ങനെയുണ്ടെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ജപ്പാൻ സ്ക്വയറിന് പല സ്ഥലങ്ങളിൽ അതിന്റെ ബ്രാഞ്ചുകളുണ്ട്. ഞാൻ അവരുടെ നമ്പറൊക്കെ ഇവിടെ വീഡിയോ താഴെ വേണേൽ കൊടുക്കാം. അതിൽ വിളിച്ചിട്ട് വേണമെങ്കിൽ അവിടെ ചെന്നിട്ട് ഈ ഒരു ഫോൺ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. മാത്രമല്ല X300 Pro ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവരിൽ നിന്ന് വേണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്തുകൊണ്ട് നേരത്തെ കൂട്ടി മേടിക്കാനും ഒക്കെ സാധിക്കും. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്ക് അവർ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ സാധ്യമാക്കിയ ജപ്പാൻ സ്ക്വയറിന് 1000 നന്ദി വീണ്ടും.